ഷിരൂരിലെ മൂന്നാം ഘട്ട ദൗത്യത്തിൽ ഇന്ന് വളരെ നിർണായകമാണ്. ഡ്രഡ്ജിംഗ് പുറമെ NDRF, SDRFിൻ്റെ സംഘാംഗങ്ങൾ കൂടി ദൗത്യത്തിൻ്റെ ഭാഗമാകും. ഇന്ന് റിട്ടയർഡ് മേജർ ജനറൽ M. ഇന്ദ്രബാലൻ ഇന്ന് ഷിരൂരിലെത്തും. GPS സംവിധാനം വഴി നേരത്തെ കണ്ടെത്തിയ സ്പോട്ടുകളിൽ കൂടുതൽ സാധ്യതയുള്ള മേഖല കണ്ടെത്തും. തുടർന്ന് ആ മേഖല കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ തെരച്ചിൽ തുടരുക. അതേസമയം ഇന്നലെ കണ്ടെത്തിയ അസ്ഥിയുടെ ഭാഗം ഇന്ന് DNA പരിശോധനയ്ക്കായി IFS ഇല്ലിലേക്ക് അയക്കും. ഇന്നത്തെ ദൗത്യത്തിന് ഉത്തര കന്നഡ SP നാരായണ നേരിട്ട് നേതൃത്വം നൽകുകയും ചെയ്യും. ദീപക് മലയമ്മ ചേരുന്നു ഷിരൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. ദീപക്, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് ഷിരൂരിലെ പൊതുവെയുള്ളൊരു കാലാവസ്ഥ? തെളിഞ്ഞ കാലാവസ്ഥയാണോ ഇന്ന്? ഗുഡ് മോർണിംഗ്. തെളിഞ്ഞ കാലാവസ്ഥ തന്നെയാണുള്ളത്. ഇന്നലെ കനത്ത വെയിലുണ്ടായിരുന്നു, പിന്നെ ഇടയ്ക്ക് മഴ പെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷേ ഇന്ന് ഈ ഒരു ഘട്ടം വരെ തെളിഞ്ഞ അന്തരീക്ഷം തന്നെയാണുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ സാധ്യതകൾ എങ്ങനെയാണ് പറയുക? ഇന്ന് എന്തായാലും ഈശ്വർ മാൽപ്പേ വരില്ല, പകരം ഇന്ന് എത്തുന്നത് നമ്മുടെ ഇന്ദ്രബാലനാണ്. ഇന്ദ്രബാലൻ്റെ കയ്യിൽ പക്ഷേ ആയുധങ്ങളും ഉപകരണങ്ങളും ഒന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2-3 കാര്യങ്ങൾ ഇന്ന് നടക്കും. ഒന്ന്, ഇന്നലെ കണ്ടെത്തിയ അസ്ഥികഷണം പരിശോധനയ്ക്കായിട്ട് അയക്കും. അതിൽ വലിയ പ്രതീക്ഷയുണ്ടോ കുടുംബത്തിന്? രണ്ടാമത്തത്, നാരായണ നേരിട്ട് ഇന്നത്തെ പരിപാടികൾക്ക് നേതൃത്വം നൽകും. SDRFിൻ്റെ NDRF സംഘങ്ങളും എത്തുന്നുണ്ട്. എന്തൊക്കെ സാധ്യതകളാണ് ഇന്നത്തെ ദിവസം നമ്മൾ പ്രതീക്ഷിക്കുന്നത്? നിർണായകമാണല്ലേ ഇന്നത്തെ ദിവസം? അതെ അരുൺ, കാരണം അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നേരത്തെ തന്നെ 4 കോൺടാക്ട് പോയിന്റുകളാണല്ലോ മേജർ ഇന്ദ്രബാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം കണ്ടെത്തുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ഞാൻ നിൽക്കുന്ന ഗംഗാവലി നദിയുടെ ഈ കരയിൽ നിന്ന് 132 മീറ്റർ മാറിയിട്ടാണ് CP4 എന്നുള്ള കോൺടാക്ട് പോയിന്റ് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, അവിടെ ഒരു വലിയ പാറക്കെട്ട് കാണാം. അതിന് തൊട്ട് മുൻവശത്തായിട്ട് ആണ് അവിടെ CP4 എന്നുള്ളത് ഏറെക്കുറെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 132 മീറ്ററാണ് ഈ കരയിൽ നിന്ന് അവിടേക്ക് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ആ CP4 കേന്ദ്രീകരിച്ചുകൊണ്ട് ഉള്ള പരിശോധനയിലേക്ക് കടക്കണമോ എന്നുള്ളത് സംബന്ധിച്ച് അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെയും കണക്കുകൂട്ടൽ. അതുകൊണ്ടാണ് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലിനെ കർണാടക സർക്കാർ വീണ്ടും ഷിരൂരിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. ഇന്ന് 11 മണിയോടുകൂടി അദ്ദേഹം ഇവിടേക്ക് എത്തും. GPS പരിശോധന ഉണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുള്ളത്. ഡ്രോൺ ബേസ്ഡ് ഡിറ്റക്ഷൻ സിസ്റ്റം ഉപയോഗിച്ചുള്ള പരിശോധനയല്ല, മറിച്ച് GPS ഉപയോഗിച്ചുകൊണ്ട് ആ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്ത് അതിൻ്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് ലോഹഭാഗങ്ങൾ ഉണ്ടോ എന്നുള്ള സ്ഥിരീകരണം വരുത്തുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കണ്ട ആ ഡ്രഡ്ജർ ആ മേഖലയിലേക്ക് എത്തിച്ച് അവിടുത്തെ മണ്ണ് നീക്കം സാധ്യമാക്കി അവിടെ നിന്നും എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റിട്ടയർഡ് മേജർ ജനറൽ ഇവിടേക്ക് എത്തുന്നത് വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. പ്രത്യേകിച്ച് പല വിധത്തിൽ പല മേഖലകളിൽ ഇത്തരത്തിൽ ഏറ്റവും അടിത്തട്ടിലുള്ള ലോഹഭാഗങ്ങളൊക്കെ കണ്ടെത്തുന്നതിൽ നിർണായക ദൗത്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് നമ്മളത് വളരെ പ്രതീക്ഷയോടുകൂടി കാണുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, നേരത്തെ അരുൺ ആദ്യഘട്ടത്തിൽ പറഞ്ഞതുപോലെ ഇന്നലെ ഏതാണ്ട് ഈ CP4നോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്ത് നിന്ന് എന്നാണ് കാർവാർ MLA സ്ഥിരീകരിച്ചത്. അവിടെ നിന്നാണ് ഒരു അസ്ഥിയുടെ ഭാഗം കണ്ടെത്തുന്നത്. പക്ഷേ അത് മനുഷ്യൻ്റേതാണോ എന്നുള്ളത് സംബന്ധിച്ച് ഇതുവരെ സ്ഥിരീകരണം ഇല്ല എന്നുള്ളതാണ്. ഇത് ഇന്നലെ തന്നെ അങ്കോല പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇന്ന് IFSലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അവിടെ വെച്ച് DNA പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അതിൻ്റെ റിസൾട്ട് ലഭിക്കണമെങ്കിൽ 4 മുതൽ 5 ദിവസം വരെ എടുക്കുമെന്നുള്ളതാണ് അറിയാനും സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ നേരത്തെ തന്നെ ഇവിടെ കാണാതായിട്ടുള്ള 3 ആളുകളുടെയും കുടുംബാംഗങ്ങളുടെ DNA സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ആ സാമ്പിളുകളുമായി ഇന്നലെ കണ്ടെത്തിയിരിക്കുന്ന അസ്ഥി ഭാഗത്തിൻ്റെ DNA മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു പരിശോധനയാണ് വേണ്ടത്. അത്തരത്തിൽ പരിശോധനയിലേക്ക് പോകണം. അത് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രതീക്ഷയിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. ഇന്നലെ രാത്രി തന്നെ നമ്മൾ അർജുൻ്റെ ബന്ധുക്കളുമായി സംസാരിച്ചിരുന്നു, ജിതിനുമായി സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ ജിതിൻ പറയുന്നത് അവരെ സംബന്ധിച്ച് ഒരു വിവരവും ഇങ്ങനെ ഒരു അസ്ഥി കിട്ടിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇല്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇതിൽ നമുക്ക് ചെറിയ രീതിയിലെങ്കിലും ഒരു സംശയമൊക്കെ തോന്നുന്നത് എന്ന് പറയുന്നത്, ഞാൻ ഇന്നലെ സതീഷ് സൈനി MLA സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് ഒഴുകുന്ന രീതിയിലായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം ഈ മനാഫിനോടും ഒപ്പം തന്നെ ലോറിയുടമ മനാഫിനോടും അദ്ദേഹത്തിൻ്റെ സഹോദരനോടും ഒക്കെ പറഞ്ഞിരിക്കുന്നത് CP4ൻ്റെ ഭാഗത്ത് ഡ്രഡ്ജിങ് നടത്തുന്നതിനിടയിൽ ആ മെഷീൻ്റെ ഇടയിൽ വന്നു പെട്ടു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ആ തരത്തിലാണ് മനാഫൊക്കെ നമ്മുടെ അടുത്ത് പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിലെങ്ങനെയാണ് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് സംബന്ധിച്ച് ഒരു വ്യക്തത നമുക്ക് കിട്ടേണ്ടതുണ്ട്. ഈ അസ്ഥി ഒഴുകി വരാം, അതും സ്വാഭാവികമാണ്. ഒരുപാട് കർമ്മങ്ങളൊക്കെ നടക്കുന്ന ഒരു പുഴ കൂടിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമുക്കത് ഉറപ്പിക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല. സാധ്യതകൾ വളരെ വിരളവുമാണ്. പക്ഷേ ഒരു കാര്യം, ഞാൻ ദീപക്കിലേക്ക് വരാം. AK അഭിലാഷ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. AK അഭിലാഷ്, വെരി ഗുഡ് മോർണിംഗ്. ഷിരൂരിൽ പൊതുവെ എങ്ങനെയാണ്, തണുപ്പുണ്ടോ ഇന്ന് രാവിലെ?
ഇന്ന് മഴ മാറി നിൽക്കുന്നുണ്ട്, അത്യാവശ്യം തണുപ്പുണ്ട്, കോടമഞ്ഞുണ്ട്, നല്ല അന്തരീക്ഷമാണ്, തെളിഞ്ഞ കാലാവസ്ഥയാണ്. നല്ല സൗകര്യമുള്ള ദിവസം കൂടിയാണ് ഇന്ന്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം നിർണായകമാണെന്നാണ് AK അഭിലാഷം പറയുന്നത്. കാലാവസ്ഥ അനുകൂലമാകുന്നത് കൊണ്ട് ഇന്നിപ്പോൾ ഇന്ദ്രബാലൻ എത്തുന്നു, GPS വെച്ചുള്ള പരിശോധനയുണ്ട്, കോണ്ടാക്ട് 4-ലെ പരിശോധനയാണ്. നേരത്തെ ആ തീരത്തോട് ചേർന്നുള്ള പരിശോധന വലിയ കാര്യമായിട്ട് ഗുണം ചെയ്തില്ല. ടാറ്റ ലോറിയുടെ കുറച്ച് ഭാഗങ്ങൾ കണ്ടെത്താൻ സാധിച്ചു എന്നത് മാത്രമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആകെയുള്ള നേട്ടം. അപ്പോൾ ഇന്നത്തെ ദിവസം തെരച്ചിൽ പ്രധാനമായും ഏത് മേഖല കേന്ദ്രീകരിച്ചായിരിക്കും, ഏതു തരത്തിലുള്ള തെരച്ചിലിനാണ് ഇന്നിപ്പോൾ ഈ ദൗത്യസംഘം ഇറങ്ങാൻ പോകുന്നത്? SDRF-ഉം NDRF-ഉം കൂടി അവരുടെ ഡൈവിംഗ് സംഘാംഗങ്ങൾ കൂടി എത്താനുള്ള സാധ്യതയുണ്ടോ? ഡോക്ടർ അരുൺകുമാർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കം മുതൽ പറയുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇന്നലെയൊക്കെ നമ്മൾ പ്രകടമായി കണ്ടതുമാണ്. കാരണം ഏകോപനമില്ലായ്മയായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. കാരണം നാവികസേന കണ്ടെത്തിയിരിക്കുന്ന CP.1, .2 കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലേക്ക് തീരെ പോയിട്ടില്ല. അതോടൊപ്പം തന്നെ മറ്റു മേഖലകളിൽ ലക്ഷ്യം തെറ്റിയുള്ള തെരച്ചിലായിരുന്നു ഇന്നലെ പല സമയങ്ങളിലും ഉണ്ടായിരുന്നത്. അതിനുശേഷം വലിയ തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നതിന് ശേഷമാണ് ഇന്നലെ കാർവാർ MLA-യും അതോടൊപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഈ മേഖലയിലേക്ക് വന്നത്. അതിനുശേഷമാണ് ഏതെങ്കിലും തരത്തിൽ ലക്ഷ്യബോധത്തോടു കൂടി ചില തെരച്ചിലുകളൊക്കെ നടത്തുന്നത് നമ്മൾ കാണുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് CP4 ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു തെരച്ചിലേക്ക് പോയത്. ഏതായാലും ഇന്ന് ഇന്ദ്രബാലൻ 11 മണിയോട് കൂടി വരും. അതായത് ഏകോപനമില്ലാത്ത ആ വിഷയം പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയായിരിക്കണം ഇന്ദ്രബാലൻ വരുന്നത്. അതോടൊപ്പം തന്നെ കാർവാർ SP ഇവിടെ എത്തി കാര്യങ്ങളൊക്കെ മേൽനോട്ടം വഹിക്കുമെന്നുള്ള കാര്യം കൂടി പറയുന്നു. അതായത് ഇന്ന് വളരെ നിർണായകമായ ഒരു ദിവസം തന്നെയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇന്ന് വളരെ നിർണായകമാണ്. കാരണം ഇത്രയും മേൽനോട്ടത്തിൽ ചുമതലയുള്ള ആളുകളൊക്കെ ഇവിടേക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെ ഇന്ദ്രബാലിനെ പോലുള്ള ആളുകൾ എത്തുന്നു. അപ്പോൾ കുറെ കൂടി വ്യക്തതയോട് കൂടി തന്നെ തെരച്ചിൽ നടത്താൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. പ്രധാനമായും നേരത്തെ ദീപക് മലയമ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ CP4, CP3 ആ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിലായിരിക്കും ഇന്ന് കൂടുതൽ പ്രാധാന്യം നൽകുക എന്നാണ് അറിയുന്നത്. പ്രധാനമായും ഇന്ദ്രബാലിന്റെ ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച് നടത്തിയ തെരച്ചിൽ ആ പരിശോധനയിലും പ്രധാനമായും ഫോക്കസ് ചെയ്തിരിക്കുന്നത് CP4-ഉം CP3-യുമാണ്. ആ മേഖല കേന്ദ്രീകരിച്ചതുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹം ഇന്നും കൂടുതൽ വിവരങ്ങൾ നൽകുക. പ്രധാനമായും അദ്ദേഹത്തിൻ്റെ കൂടെ കഴിഞ്ഞ പ്രാവശ്യം എത്തിയപ്പോൾ ഉണ്ടായിരുന്ന ആ ഡ്രോൺ സംവിധാനമൊന്നുമില്ല. അന്നത്തെ ഡാറ്റ മാത്രമാണുള്ളത്. ആ ഡാറ്റ ഉപയോഗിച്ചുള്ള ഒരു വിശകലനവും വിലയിരുത്തലും മാത്രമായിരിക്കും ഉണ്ടാകുക എന്നാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് SDRF-ൻ്റെയും NDRF-ൻ്റെയും സംഘം ഇവിടേക്ക് എത്തുമെന്ന് പറയുന്നു. ഇന്നലെ SDRF-ൻ്റെ കുറച്ച് സേനകൾ ഇവിടെ എത്തിയിരുന്നെങ്കിൽ പോലും ഇന്ന് വിപുലമായ രീതിയിൽ അവർ ഇവിടെ എത്തുകയും അതോടൊപ്പം തന്നെ ഈ ഡ്രഡ്ജിങ്ങിനുള്ള മാർഗ്ഗനിർദ്ദേശം നൽകുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നാവികസേന കൂടി ഇന്നേക്ക് ഇവിടേക്ക് എത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ നാവികസേന നേരത്തെ പലതവണ ഇവിടെ തെരച്ചിൽ നടത്തിയപ്പോഴും അവർ കണ്ടെത്തിയിരുന്ന സ്പോട്ടിലേക്ക് ഇതുവരെ തെരച്ചിൽ നടത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യം അവിടെ പ്രധാനമായി നിൽക്കുന്നു. മറ്റൊന്ന്, ഈശ്വർ മാൽപേ തിരിച്ചു വരും എന്നുള്ളൊരു കാര്യം ഇന്നലെ മനാഫ് സൂചിപ്പിക്കുകയുണ്ടായി. ഇത് കാർവാർ MLA അടക്കം പറയുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ ഭാഗത്തു നിന്നൊരു അനുവാദം കിട്ടുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്. പ്രധാനമായും ഇതിൻ്റെ തുടക്കം മുതൽ ഇതുവരെ ഈശ്വർ മാൽപ്പയുടെ സേവനം നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. ഇത്തരത്തിൽ നിർണായകമായ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തരുത് എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഏതായാലും ഇന്ന് വളരെ നിർണായകമായ ഒരു ദിവസമാണ്. എല്ലാവരും ഈ മേഖലയിലേക്ക് എത്തും. കൂടുതൽ ഫോക്കസ് ഓരോ മേഖല കേന്ദ്രീകരിച്ച് ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ അവിടേക്ക് തെരച്ചിൽ എത്തുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഓക്കെ അഭിലാഷ്, എന്തായാലും ആ തെരച്ചിലിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വരുന്ന മണിക്കൂറുകളിൽ. അഭിലാഷും ദീപക് മലയമ്മയും സൂചിപ്പിച്ചതുപോലെ ഈശ്വർ മാൽപ്പേ തിരിച്ചു വരുമോ എന്നുള്ളതാണ് കുടുംബാംഗങ്ങളടക്കം എല്ലാവരും കാത്തിരിക്കുന്നത്. ഇന്നലെ കേരളത്തോട് മാപ്പ് പറഞ്ഞ അദ്ദേഹം പോകാൻ അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത് ജില്ലാ ഭരണകൂടത്തിൻ്റെ ചില ഇടപെടലുകളാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രത്യേകിച്ച് അദ്ദേഹം യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്, ഇതൊക്കെ ജില്ലാ ഭരണകൂടത്തെ അലോസരപ്പെടുത്തിയിരുന്നു എന്നാണ്. അതിലൊക്കെ എന്താണ് ജില്ലാ ഭരണകൂടം അലോസരപ്പെടേണ്ട കാര്യമെന്ന് ഇനിയും മനസ്സിലാവുന്നില്ല. അവർ മാധ്യമങ്ങളോട് സംസാരിക്കും. കേരളം അടക്കം കാത്തിരിക്കുന്ന ഒരു വലിയ തിരച്ചിലിനാണല്ലോ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നതും ഈശ്വർ മാൽപ്പേ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതും. അപ്പം അക്കാര്യത്തിലൊന്നും സങ്കുചിതമായ മനോഭാവം ഈ ജില്ലാ ഭരണകൂടം വെടിയണം എന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യം. തുടക്കം മുതൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ ചില ജാഗ്രതക്കുറവ് ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. ഒരുപാട് താല്പര്യം ഒരു ഘട്ടത്തിൽ കാണിക്കും, എന്നാൽ അവസാനം എല്ലാം വന്ന് ഒത്തുചേരുമ്പോൾ അതിലൊരു ഏകോപനത്തിൽ ഒരു പിഴവ് സംഭവിക്കുകയും ചെയ്യും. അത് പിന്നീടൊരു വലിയ വിമർശനമായി വരും. ആ വിമർശനം കേൾക്കുമ്പോൾ അവർക്ക് സഹിക്കാൻ വയ്യാതെ വരും. വിമർശനത്തോട് അസഹിഷ്ണുത കാണിക്കും. പിന്നെ പോലീസുകാരെയൊക്കെ വിളിച്ചു നിർത്തി മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ ഒരു ശ്രമം നടത്തും. പിന്നെ MLA വരും, ഇടപെടും, വീണ്ടും പ്രശ്നം അവസാനിക്കും. ഇങ്ങനെയാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഷെഡ്യൂളിൽ. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇന്ന് ഈശ്വർ മാൽപ്പേ എത്തുമോ? ഇന്ന് ഇന്ദ്രബാലൻ എത്തുന്നുണ്ട്, NDRF-ൻ്റെ സംഘം എത്തുന്നുണ്ട്, SDRF-ൻ്റെ സംഘം എത്തുന്നുണ്ട്. അപ്പോൾ നിർണായകമായ ദിവസമാണ്. കോണ്ടാക്ട് 4-ൽ ഇന്നത്തെ പരിശോധന നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. ഇന്നലെ നടത്തിയ തെരച്ചിലിൽ അർജുൻ്റെ വാഹനത്തിൻ്റെതെന്ന് പറയാവുന്ന ഒരു ഭാഗവും കണ്ടെത്തിയില്ല എന്നുള്ളതാണ്.